നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഉന്നത മൂല്യം പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം. കാരണം അവർ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ്. പലപ്പോഴും അതല്ല ഉണ്ടാകുന്നതെങ്കിലും ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിലെ തർക്കം. KPCC അധ്യക്ഷന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങളെക്കുറിച്ചായിരുന്നു തർക്കം. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയാം, കോൺഗ്രസ് ഓഫീസിൽ ബോംബ് കണ്ടെന്ന് പറയാൻ പിണറായി വിജയൻ ആണത്തമുണ്ടോ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ്? വെടിവെച്ചു കൊന്നവർ എത്രയാണ്? കേരളത്തിന്റെ KPCC പ്രസിഡന്റിന്റെ ഭാഷയാണ്. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ വെടിവെച്ച ആളെത്രയാണ്, വെടിവെച്ചു വന്ന എത്രയാണെന്ന് ചോദിക്കുന്ന KPCC പ്രസിഡന്റ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ ഇതാ കാണുക. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ച്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കൊട്ടിയില്ല. കുലംകുത്തി, നാറി, പരനാറി, നികൃഷ്ടജീവി, അട്ടം പരതി, വികൃത മനസ്സ്, കുശിമ്പൻ, കടക്ക് പുറത്ത്. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ, അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു, ഭാഗ്യം. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു മനസ്സിനാണ് ഞാൻ. KPCC പ്രസിഡന്റിനു കൂടി ബാധകമാക്കിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശം. മുഖ്യമന്ത്രിയുടെ ചില ശൈലിയെക്കുറിച്ചുകൂടി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ശൈലി തിരുത്തലിന് നേതാക്കൾ തയ്യാറാവുമോ? മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി, രണ്ടാം ഗവൺമെന്റ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോൾ കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ശൈലി മാറ്റേണ്ട കാര്യമില്ല എന്ന് MV ഗോവിന്ദൻ എന്ന് കൊടുക്കാമല്ലോ. ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നയാ? അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായത് ഇതേ ശൈലി തുടരും എന്ന് MV ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാ അങ്ങനെ ആക്കിയാൽ മതി. പണ്ട് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രതിച്ഛായ ചർച്ചയും ശൈലി മാറ്റവുമായിരുന്നു പാർട്ടിയിലെ ആവശ്യം. രണ്ടും ലീഡർ തള്ളി. ദശാബ്ദങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു ശൈലി മാറ്റ ചർച്ച. പക്ഷേ ആവശ്യം പരസ്യമായി പാർട്ടി സെക്രട്ടറി തന്നെ തള്ളുന്നു. ശൈലികൾ തോന്നും പോലെ മാറ്റാൻ പറ്റുന്നത് വല്ലതുമാണോ? വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.